ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് ജൂലൈ 23 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. നമ്മൾ ഓരോ ദിവസം സമയം കണ്ടെത്തണം. കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഓരോ പരീക്ഷകളിലും നമുക്കറിയാം കറണ്ട് അഫേഴ്സും അതുപോലെ തന്നെ ഇൻ്റർവ്യൂസിലും കറണ്ട് അഫേഴ്സിന് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് സമയം കണ്ടെത്തിക്കൊണ്ട് നിന്നും അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. പുതിയ പുതിയ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കണം. ഇന്ന് ജൂലൈ 23 നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഓവർ 1000 വാട്ടർ ബേർഡ്സ് നെസ്റ്റ് ഒബ്സർവ്ഡ് ഇൻ തിരുവനന്തപുരം ഡ്യൂറിംഗ് ഹെറോൺട്രി കൗണ്ട്. തിരുവനന്തപുരത്ത് ഹെറോൺട്രി കണക്കെടുപ്പിൽ 1000-ലധികം ജലപക്ഷി കൂടുകൾ കണ്ടെത്തി. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സർവേയാണ്. തിരുവനന്തപുരത്ത് നടത്തിയിട്ടുള്ള സർവേയാണ്. ഇതനുസരിച്ച് ഏതാണ്ട് 1000-ഓളം വാട്ടർ ബേർഡ്സിൻ്റെ കൂടുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. നമുക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അടുത്തിടെ തിരുവനന്തപുരം ജില്ലയിലെ ഹെറോൺട്രി കൗണ്ട് 2025 എത്ര ജലപക്ഷികളുടെ കൂടുകൾ കണ്ടെത്തിയിട്ടുണ്ട്? 1000-ലധികം കൂടുകൾ. ഹെറോൺ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കൊക്ക് എന്നാണ്. കൊക്കുകളുടെ ഒരു സർവേ നടത്തിയിട്ടുള്ളത്. അതിൽ ഏതാണ്ട് 1000-ഓളം ജലപക്ഷികളുടെ കൂടുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഹെറോൺ ആണ്, അതായത് കൊക്കാണ്. ഏതാണ്ട് 750-ഓളം കൂടുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ പറയുമ്പോൾ ഹെറോണിനെ പല ലെവലിലും അതിനെ വേർതിരിക്കുന്നുണ്ട്. കൊക്ക്, മുണ്ടി, കുളക്കൊക്ക്, ചാരമുണ്ടി, ചിന്നക്കൊക്ക് എന്നെല്ലാം പറയുന്ന ലെവലിൽ ഇതിലേറ്റവും കൂടുതലുള്ളത് കൊക്ക്, അതായത് ഹെറോൺ ആണ്. 1000-ലധികം ജലപക്ഷികൾ ഉള്ള ഇതിൽ ഏതാണ്ട് 750-ഓളം ഹെറോൺ അല്ലെങ്കിൽ കൊക്കുകളുടെ കൂടുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ ഹെറോൺട്രി കൗണ്ട് 2025 ആരാണ് സർവേ നടത്തിയത്? WWF ഇന്ത്യ, വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്ന ഓർഗനൈസേഷൻ ആണ് ഈ ഒരു സർവേ നടത്തിയിട്ടുള്ളത്. വേൾഡ് വൈഡ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. ഇത് സ്ഥാപിതമായിട്ടുള്ളത് 1969-ലാണ്. ഇതൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇതിൽ NGOs, പല ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെ വ്യക്തികൾ, ഇവരെല്ലാം പ്രവർത്തിക്കുന്ന ഒന്നാണ് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്ന് പറയുന്ന ഈ ഒരു ഓർഗനൈസേഷൻ. ഈ സംഘടനയാണ് ഇപ്പോൾ ഈ ഒരു സർവേ നടത്തിയിട്ടുള്ളത്. ഇതനുസരിച്ചാണ് ഏതാണ്ട് 1000-ഓളം കൂടുകളാണ് ജലപക്ഷികളുടെ തിരുവനന്തപുരത്ത് കണ്ടെത്തിയിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഓവർ 37 lakh ഡോഗ് ബൈറ്റ്സ്, 54 ഹ്യൂമൻ റാബീസ് ഡെത്ത് ഇൻ 2024, ഗവൺമെന്റ് ടെൽസ് ലോക്സഭ. 2024 37 ലക്ഷത്തിലധികം നായ്ക്കളുടെ കടിയേറ്റ കേസുകളും മനുഷ്യ റാബീസ് മരണങ്ങളും സർക്കാർ ലോക്സഭയിൽ അറിയിച്ചു. ഇതും ലേറ്റസ്റ്റ് ആയിട്ടൊരു വാർത്തയാണ്. ലോക്സഭയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അറിയിച്ചിട്ടുള്ള വാർത്തയാണ്. ഇന്ത്യയിൽ 2024 54 പേപ്പട്ടി വിഷബാധം മരിച്ചവരുടെ എണ്ണമാണ് എടുത്തിട്ട് കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 37 ലക്ഷം ഡോഗ് ബൈറ്റ്സ്, അതായത് നായ്ക്കളുടെ കടിയേറ്റ കേസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. നിലവിലെ കേന്ദ്ര സഹമന്ത്രി SP സിംഗ് ബഗേലിൻ്റെ അഭിപ്രായത്തിൽ 2024 ഇന്ത്യയിൽ എത്ര നായ്ക്കളുടെ കടിയേറ്റതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു? 37 ലക്ഷം കേസുകൾ. അതായത് ഇന്ത്യയിലെ കേസ് ആണ് 37 ലക്ഷം കേസ് ആണ് 2024 റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതായത് നായ്ക്കളുടെ കടിയേറ്റ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു കാര്യം അറിയിച്ചിട്ടുള്ളത് കേന്ദ്രത്തിലെ ഇപ്പോഴത്തെ സഹമന്ത്രി SP ബഗേൽ ആണ്. അദ്ദേഹം ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീരവികസന വകുപ്പിന്റെ സഹമന്ത്രിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് നായ്ക്കളുടെ കടിയേറ്റ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംസ്ഥാനം അത് മഹാരാഷ്ട്രയാണ്. ഏറ്റവും കൂടുതലായിട്ട് തമിഴ്നാട്, മഹാരാഷ്ട്ര, വെസ്റ്റ് ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലാണ് നായ്ക്കളുടെ കടിയേറ്റ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഏറ്റവും കൂടുതലായിട്ട് സ്ട്രേ ഡോഗ്സ്, അതായത് തെരുവ് പട്ടികളുടെ ആ ഒരു എണ്ണം കൂടുതലായിട്ടുള്ളത് UP യിലാണ്. UP, മഹാരാഷ്ട്ര, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലാണ്. 2024 എത്ര പേവിഷബാധ മരണക്കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു? 54 കേസുകൾ. ഇന്ത്യയിൽ 2024 54 കേസ് ആണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതായത് നായ്ക്കളുടെ കടിയേറ്റ് മരിച്ചവരുടെ എണ്ണമാണ് 54. നിലവിലെ കേന്ദ്ര ഫിഷറീസ്, മൃഗസംരക്ഷണ, ക്ഷീരവികസന മന്ത്രി ആരാണ്? രാജീവ് രഞ്ജൻ സിംഗ് ഏലിയാസ് ലാലൻ സിംഗ്. കേന്ദ്രത്തിലെ ഇപ്പോഴത്തെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഫിഷറീസ്, ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡെയറിംഗ് ആണ് രാജീവ് രഞ്ജൻ സിംഗ് ഏലിയാസ് ലാലൻ സിംഗ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഇന്ത്യ അച്ചീവ്സ് എ മൈൽ സ്റ്റോൺ അണ്ടർ ദി നാഷണൽ സിക്കിൾ സെൽ മിഷൻ. ദേശീയ സിക്കിൾ സെൽ ദൗത്യത്തിന് കീഴിൽ ഇന്ത്യ ഒരു നാഴികക്കല്ല് പിന്നിട്ടു. ഇതും
ഒരു വാർത്തയാണ്, ഇന്നലെ വന്നിട്ടുള്ള വാർത്തയാണ്. അതായത് ഇന്ത്യയിലെ സിക്കിൾ സെൽ എന്ന് പറയുന്ന ഒരു അസുഖം, ഇത് രക്തവുമായി ബന്ധപ്പെട്ട ഒരു അസുഖമാണ്. ഈ ഒരു മിഷൻ പ്രകാരം ഇന്ന് ഇന്ത്യയിൽ ഏതാണ്ട് 6 കോടി ജനങ്ങളിലാണ് ഈ ഒരു പരീക്ഷണം നടത്തിയിട്ടുള്ളത്, അതായത് ഇതിൻ്റെ ടെസ്റ്റ് നടത്തിയിട്ടുള്ളത്. നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. നാഷണൽ സിക്കിൾ സെൽ അനീമിയ എലിമിനേഷൻ മിഷൻ അനുസരിച്ച് എത്ര വ്യക്തികളെ സിക്കിൾ സെൽ രോഗത്തിനായി പരിശോധിച്ചു? 6 കോടി ജനങ്ങൾ. 6 കോടി ജനങ്ങളിലാണ് ഈ ഒരു ടെസ്റ്റ് നടത്തിയിട്ടുള്ളത്, അതായത് സിക്കിൾ സെൽ അനീമിയ എലിമിനേഷൻ മിഷൻ പ്രകാരം. അതായത് ഇന്ത്യയിൽ നിന്ന് ആ ഒരു രോഗം, അതായത് രക്തവുമായി ബന്ധപ്പെട്ട രക്തത്തിനകത്ത് വരുന്ന ചെറിയ ലെവലുള്ള കട്ടപിടിക്കുന്ന ലെവലിലുള്ള ഒരു പ്രത്യേക ഒരു അസുഖമാണ്. ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് ട്രൈബൽസിലാണ്, അതായത് മലഞ്ചെരുവിൽ താമസിക്കുന്ന ഒരു വ്യക്തികളിലാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടെത്തിയിട്ടുള്ളത് ഈ അസുഖം. ഇതനുസരിച്ച് 6 കോടി ജനങ്ങളിലാണ് ടെസ്റ്റ് നടത്തിയിട്ടുള്ളത്. 2025 ജൂലൈ വരെ എത്ര വ്യക്തികൾക്ക് സിക്കിൾ സെൽ രോഗം കണ്ടെത്തി? 2.15 ലക്ഷം വ്യക്തികൾ. 2.15 ലക്ഷം വ്യക്തികൾക്കാണ് ജൂലൈ 2025 അതായത് നാഷണൽ സിക്കിൾ സെൽ അനീമിയ എലിമിനേഷൻ മിഷൻ പ്രകാരം 6 കോടി ആളുകളിൽ നടത്തിയിട്ടുള്ള ടെസ്റ്റ് പ്രകാരം 2.15 ലക്ഷം വ്യക്തികളിലാണ് ഈ ഒരു രോഗം കണ്ടെത്തിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ സിക്കിൾ സെൽ രോഗം ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതലായിട്ട് സിക്കിൾ സെൽ രോഗം കണ്ടെത്തിയിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ സിക്കിൾ സെൽ അനീമിയ നിർമ്മാർജ്ജന ദൗത്യത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച തീയതി ഏത്? 2023 ജൂലൈ 1. അതായത് കഴിഞ്ഞ 2 വർഷം മുമ്പ് ആരംഭിച്ചിട്ടുള്ള ഒരു മിഷൻ ആയിരുന്നു നാഷണൽ സിക്കിൾ സെൽ അനീമിയ എലിമിനേഷൻ മിഷൻ. ഇത് പ്രകാരം ഇന്ത്യയിൽ നിന്ന് പൂർണ്ണമായിട്ടും സിക്കിൾ സെൽ എന്ന് പറയുന്ന ആ അസുഖം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു മിഷൻ ആണ്. ഈ മിഷൻ അനുസരിച്ച് 7 കോടി ജനങ്ങളിലേക്ക് ഇത് ടെസ്റ്റ് ചെയ്യുക ലക്ഷ്യമായിരുന്നു. ഇപ്പോൾ തന്നെ 6 കോടി വ്യക്തികളിൽ ഈ ഒരു ടെസ്റ്റ് നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, ഇന്ത്യൻ ആർമി ഗെറ്റ്സ് ഫസ്റ്റ് ബാച്ച് ഓഫ് അപ്പാച്ചി ഹെലികോപ്റ്റേഴ്സ്. ഇന്ത്യൻ സൈന്യത്തിന് അപ്പാച്ചി ഹെലികോപ്റ്ററുകളുടെ ആദ്യ ബാച്ച് ലഭിച്ചു. ഇതും ഏറ്റവും ലേറ്റസ്റ്റ് വാർത്തയാണ്. അതായത് ഇന്നലെയാണ് ഇന്ത്യക്ക് 3 അപ്പാച്ചി ഹെലികോപ്റ്റേഴ്സ് ഇന്ത്യയിലെ ഡൽഹിക്കടുത്തുള്ള ഹിൻഡൻ എയർഫോഴ്സിൽ വന്നിറങ്ങിയിട്ടുള്ളത്. ഇന്ത്യ വളരെ കാലമായിട്ട് പ്രതീക്ഷിക്കുന്ന അറ്റാക്ക് ഹെലികോപ്റ്റർ ആണ് അപ്പാച്ചി ഹെലികോപ്റ്റർ. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അമേരിക്കയിൽ നിന്നുള്ള 3 AH-64E അപ്പാച്ചി ആക്രമണ ഹെലികോപ്റ്ററുകളുടെ ആദ്യ ബാച്ച് ഏത് തീയതിയിലാണ് ഇന്ത്യൻ സൈന്യത്തിൽ ഉൾപ്പെടുത്തുക? 2025 ജൂലൈ 22. ഇന്ന് ജൂലൈ 22 തീയതി ഇന്ത്യൻ ആർമി അപ്പാച്ചി ഹെലികോപ്റ്റേഴ്സ് ഇന്ത്യൻ ആർമിയുടെ ഭാഗമാക്കുകയാണ്. ഇന്നലെയാണ് ഇന്ത്യക്ക് ആദ്യമായിട്ട് 3 ഹെലികോപ്റ്റേഴ്സ് ഇത്തരത്തിലുള്ള AH-64E അപ്പാച്ചി ഹെലികോപ്റ്റേഴ്സ് ലഭിച്ചിട്ടുള്ളത്. ഇന്ത്യൻ സൈന്യത്തിനുള്ള AH-64E അപ്പാച്ചി ആക്രമണ ഹെലികോപ്റ്ററുകളുടെ ബേസ് എവിടെയായിരിക്കും? ജോധ്പൂർ, രാജസ്ഥാൻ. രാജസ്ഥാനിലെ ജോധ്പൂരിലായിരിക്കുള്ളൂ ഈ 3 ഹെലികോപ്റ്റേഴ്സും. കൂടാതെ ഇനിയും വരാൻ പോകുന്ന ഹെലികോപ്റ്റേഴ്സിൻ്റെ ആ ഒരു ബേസ് ആരംഭിക്കാൻ പോകുന്നത് 2 പേർക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന വളരെ നൂതനമായിട്ടുള്ള ടോപ്പ് ലെവലിലുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഹെലികോപ്റ്റർ ആണ് അപ്പാച്ചി ഹെലികോപ്റ്റർ. 476 കിലോമീറ്റർ യാത്ര ചെയ്യാൻ സാധിക്കുന്ന എൻജിൻ ആണെങ്കിൽ ടർബോ ഷാഫ്റ്റ് എന്ന് പറയുന്ന എൻജിൻ ആണ്. 293 കിലോമീറ്റർ പെർ ഹവർ യാത്ര ചെയ്യാൻ സാധിക്കുന്ന സ്പീഡ് ആണ് ഈ ഹെലികോപ്റ്റേഴ്സിൻ്റെ. ഇതിനെ നൈറ്റ് വിഷൻ, രാത്രിയിലും കാണാൻ സാധിക്കുന്ന ലെവലിലുള്ള നൈറ്റ് വിഷൻ ഘടിപ്പിച്ചിട്ടുള്ള ടെക്നോളജീസ് ആണുള്ളത്. 2020 ഇന്ത്യ US-ഉമായി എത്ര AH-64E അപ്പാച്ചി ആക്രമണ ഹെലികോപ്റ്ററുകൾ ഒപ്പിട്ടു? 6 ഹെലികോപ്റ്ററുകൾ. അതായത് 2020 ഏതാണ്ട് 5 വർഷം മുമ്പാണ് ഈ ഒരു കരാർ ഒപ്പുവെച്ചിട്ടുള്ളത്. അതായത് ഇന്ത്യക്ക് 6 അപ്പാച്ചി ഹെലികോപ്റ്റേഴ്സിൻ്റെ ആവശ്യമാണ്. അതനുസരിച്ച് ഇപ്പോൾ 3 ഹെലികോപ്റ്റേഴ്സ് ആണ് ഇന്നലെ ഡെലിവറി ചെയ്തിട്ടുള്ളത്. ഇന്നാണ് ഇന്ത്യൻ ആർമി അതിലേക്ക് ഭാഗമാക്കുന്നത്, ഇൻഡക്ട് ചെയ്യാൻ പോകുന്നത്. അമേരിക്കയിൽ AH-64E അപ്പാച്ചി ആക്രമണ ഹെലികോപ്റ്ററുകളുടെ നിർമ്മാതാവ് ഏത് കമ്പനിയാണ്? ബോയിങ്. ബോയിങ് എന്ന കമ്പനിയാണ് അമേരിക്കയിൽ ഈ ഒരു ഹെലികോപ്റ്റേഴ്സിൻ്റെ നിർമ്മാതാക്കൾ. AH-64E അപ്പാച്ചി അറ്റാക്ക് ഇതിൻ്റെ ആദ്യത്തെ വേർഷൻ, അതായത് ആദ്യത്തെ അപ്പാച്ചി ഹെലികോപ്റ്റർ അത് നിർമ്മിച്ചിട്ടുള്ളത് 1975 സെപ്റ്റംബർ 30 അതായത് 50 വർഷം പഴക്കമുള്ള ഒരു അപ്പാച്ചി എന്ന അതിൻ്റെ പല വേർഷൻസ് മാറിയിട്ടാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ ആണ് ഇപ്പോൾ ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, വിന്റർ ഫോഗ് എക്സ്പെരിമെന്റ് വൈഫെക്സ്.
വിന്റർ ഫോഗ് പരീക്ഷണം, അതായത് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരീക്ഷണമാണ് വിന്റർ ഫോഗ് എക്സ്പെരിമെന്റ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. വിന്റർ ഫോഗ് എക്സ്പെരിമെന്റ് ഏത് വർഷത്തിലാണ് ആരംഭിച്ചത്? 2015. 2015 ഇന്ത്യയിൽ ആരംഭിച്ചിട്ടുള്ള, അതായത് ഇന്ത്യയിൽ ന്യൂഡൽഹിയിൽ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിൽ വെച്ച് ആരംഭിച്ച ഒരു പ്രോഗ്രാം ആണ് വിന്റർ ഫോഗ് എക്സ്പെരിമെന്റ്. തണുപ്പ് കാലത്ത് ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്ന ഒന്നാണ് നോർത്ത് ഇന്ത്യയിലെ ഫോഗ്, അതായത് മഞ്ഞ് മൂടിക്കെട്ട് നിൽക്കുന്ന ഒരവസ്ഥ. ഇതുമൂലം ഉണ്ടാകുന്ന സേഫ്റ്റി ഇതെല്ലാം അന്വേഷിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് വൈഫെക്സ് എന്ന പേരിൽ ആരംഭിച്ചിട്ടുള്ളത്. വിന്റർ ഫോഗ് എക്സ്പെരിമെന്റ് എന്ന പേരിൽ ആരംഭിച്ച ഇത് 2015 ആരംഭിച്ചിട്ടുള്ളത്. ഉത്തരേന്ത്യയുടെ ഇടതൂർന്ന ശൈത്യകാല മൂടൽമഞ്ഞിനെയും ദൈനംദിന ജീവിതത്തിലെയും വ്യോമയാന സുരക്ഷയിലും അതിന്റെ സ്വാധീനത്തെക്കുറിച്ചുള്ള ഗവേഷണത്തിനായി 2015 ഏത് പരീക്ഷണം ആരംഭിച്ചു? വിന്റർ ഫോഗ് എക്സ്പെരിമെന്റ്. തണുപ്പ് കാലത്ത് കാണുന്ന ആ മഞ്ഞ് മൂടിയിട്ടുള്ള കാലാവസ്ഥ, ഇതുമൂലം ഉണ്ടാവുന്ന സേഫ്റ്റി, എയർ സേഫ്റ്റി, വിമാനങ്ങളുടെ എല്ലാം സേഫ്റ്റി, അതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി 2015 ആരംഭിച്ച ഒന്നാണ് വിന്റർ ഫോഗ് എക്സ്പെരിമെന്റ്. അതിൻ്റെ 10 വർഷമാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ ഒരു വാർത്ത വന്നിട്ടുള്ളത്. 10 years ആയിട്ട് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന പരീക്ഷണം ഏറ്റവും സേഫായിട്ട് എങ്ങനെ വിമാനങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള ഒരു പഠനമാണ് വിന്റർ ഫോഗ് എക്സ്പെരിമെന്റ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിങ്, ചന്ദ്രയാൻ 2 ലോഞ്ച് ആനിവേഴ്സറി. ചന്ദ്രയാൻ 2 വിക്ഷേപണ വാർഷികം. നമുക്കിപ്പോൾ ചന്ദ്രയാൻ 3 ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചന്ദ്രനുമായി ബന്ധപ്പെട്ട് പരീക്ഷണം നടത്തിയിട്ടുള്ളത്. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് ഏത് തീയതിയിലാണ്? 2019 ജൂലൈ 22. 2019 ജൂലൈ 22 തീയതിയാണ് ചന്ദ്രയാൻ 2 ഇതിന്റെ വിക്ഷേപണം. ചന്ദ്രയാൻ 3 ആണെങ്കിൽ 2023 ജൂലൈ 14. ചന്ദ്രയാൻ 2ന്റെയും ചന്ദ്രയാൻ 3 ഈ രണ്ടിന്റെയും വിക്ഷേപണം ജൂലൈയിലായിരുന്നു. ഒന്ന് ജൂലൈ 22, രണ്ടാമത്തേത് അതായത് ചന്ദ്രയാൻ 3ന്റെ ജൂലൈ 14. സാങ്കേതിക തകരാർ കാരണം ചന്ദ്രയാൻ 2 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇടിച്ചിറങ്ങിയത് ഏത് തീയതിയിലാണ്? 2019 സെപ്റ്റംബർ 6. സെപ്റ്റംബർ 6 ആ തീയതിയിലാണ് ചന്ദ്രയാൻ 2 അത് ചന്ദ്രനിലെ സൗത്ത് പോളിൽ എത്തിയിട്ടുള്ളതും അതിൻ്റെ ലാൻഡിംഗ് പെർഫെക്റ്റ് ആകാത്തതുകൊണ്ട് അത് ഇടിച്ചിറങ്ങി. ഇത് നടന്നിട്ടുള്ളത് സെപ്റ്റംബർ 6, 2019. ജൂലൈ 22 ലോഞ്ച് ചെയ്തു. ഏതാണ്ട് 1.5 മാസം ആയപ്പോഴേക്കും അത് ചന്ദ്രനിലേക്ക് എത്തി സെപ്റ്റംബർ 6 നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണെന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ലേഡീസ് കറണ്ട് അഫയേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.